ഞാൻ പറഞ്ഞുതരാം. ഇതുവരെ നടന്ന പണിപ്പുര ടാസ്കുകളിൽ ഒന്നാമത്തേതിൽ നിങ്ങൾ പരാജയപ്പെട്ടു. രണ്ടാമത്തേതിൽ മുഴുവൻ സമയവും ഉപയോഗിക്കാൻ സാധിച്ചില്ല. മൂന്നാമത്തേത് ടാസ്ക് കൃത്യമായി പൂർത്തിയാക്കാത്തതിനാൽ റദ്ദാക്കപ്പെടുകയും ചെയ്തു. നിങ്ങളുടെ ഇത്തരം മോശം പ്രകടനങ്ങളിൽ എനിക്ക് വളരെയധികം നിരാശയുണ്ട്. ഇതൊന്നുമല്ല ഞാൻ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിച്ചത്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ സഹായിക്കാൻ പോവുകയാണ്. ഈ വീട്ടിൽ നിന്നും 2 പേരെ പുറത്തെടുത്തുകൊണ്ട് ഈ മിഡ് വീക്ക് എവിക്ഷൻ എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു മിഡ് വീക്ക് സസ്പെൻഷനാണ്. ഇത് പ്രേക്ഷക വിധി പ്രകാരമുള്ള യഥാർത്ഥ എവിക്ഷൻ പ്രക്രിയയല്ല, മറിച്ച് ഒരു ത്യാഗമാണ്. ഇനിയുള്ള ടാസ്കുകൾ തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ 6 പേർക്കുമായി 500 ഷോപ്പിംഗ് പോയിന്റുകൾ വീതം നൽകുകയാണ്. പക്ഷേ ഇവരിൽ നിന്നും 2 പേരെ ഈ ടാസ്കുകളിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ വീട്ടിൽ നിന്നും താൽക്കാലികമായി പുറത്താക്കി ഒരു ഡെഡ് സോണിൽ പാർപ്പിക്കും. ഈ ഡെഡ് സോൺ എന്ന് പറഞ്ഞാൽ ക്യാമറയും സൗണ്ടും ഒന്നുമില്ലാത്ത ഒരു ഏകാന്തവാസം. നിങ്ങൾ ഓരോരുത്തരും സ്വന്തം മുഖവും വ്യക്തിത്വവും മത്സരവുമെല്ലാം പ്രേക്ഷകർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കാൻ അതിതീവ്രമായി ആഗ്രഹിച്ചെത്തിയവരാണ്. എന്നാൽ അതിനൊന്നും സാധിക്കാത്ത ഒരു അജ്ഞാതവാസമാണ് ഈ 2 പേരെയും കാത്തിരിക്കുന്നത്. അത്രയും ദിവസം ടിവിയിലോ 24/7 ലൈവിലോ ഈ 2 പേരെയും പ്രേക്ഷകർ കാണില്ല. നിങ്ങൾ എവിടെയാണെന്ന് ആരും അറിയില്ല. എന്നാൽ ഷോയിലുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഈ 2 പേരുടെയും പോയിന്റുകൾ ബാക്കിയുള്ളവർക്ക് ഒരു വലിയ നേട്ടമായി മാറും. അത്തരത്തിൽ പുറത്തു പോകുന്ന 2 പേരുടെയും പോയിന്റുകൾ ചേർത്ത് 1000 ഷോപ്പിംഗ് പോയിന്റുകളാണ് ബാക്കി എല്ലാവർക്കും അധികമായി ലഭിക്കാൻ പോകുന്നത്. അതായത് ആളുകളുടെ എണ്ണം കുറയും, നിങ്ങൾക്ക് ലഭിക്കുന്ന പോയിന്റുകൾ കൂടും. ഈ 6 പേരിൽ ഏതൊക്കെ 2 പേരാണ് ഈ വീടിനു വേണ്ടി 1000 പോയിന്റുകൾ നൽകി സ്വന്തം സാന്നിധ്യം ത്യജിക്കേണ്ടി വരികയെന്ന് തീരുമാനിക്കപ്പെടുന്നത് ഇനി വരാൻ പോകുന്ന ടാസ്കുകളിലൂടെയാണ്. ഈ 2 പേരുടെയും തിരിച്ചുവരവും വരാതിരിക്കലുമെല്ലാം ഇനി നിങ്ങളുടെ കൈകളിലാണ്.